അപ്പോൾ വീണ്ടും ഞാൻ പൈപ്പ് ക്ലീനേഴ്സായിട്ട് വന്നേക്കുന്നത്. കുറേ പൈപ്പ് ക്ലീനേഴ്സ് ബാക്കിയിരുന്നു. അപ്പോൾ അത് വെച്ചൊരു ചെറിയ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്ത് ഞാനിവിടെ ഒരു പൂവാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പൈപ്പ് ക്ലീനേഴ്സ് വെച്ച് ചെയ്യുക എന്നുള്ളത് എനിക്ക് വലിയ പരിചയമുള്ള കാര്യമൊന്നുമല്ല. ഒരു ടെസ്റ്റ് ചെയ്യാനെന്ന നിലയ്ക്ക് ഞാൻ മേടിച്ച് വെച്ചിരുന്ന കുറച്ച് പൈപ്പ് ക്ലീനേഴ്സ് ആയിരുന്നു. അപ്പോൾ അതുപയോഗിച്ച് അതിൽ നിന്ന് കുറച്ച് ദിവസമായി അത് വാങ്ങിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഒരു പൂവ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെമ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ കളർ പൈപ്പ് ക്ലീനർ ഒരു ചെറിയ പോർഷൻ ഗ്രീൻ കളർ പൈപ്പ് ക്ലീനറിൻ്റെ മുകളിൽ ചുറ്റിയെടുത്തിട്ട് അതൊരു മൊത്തത്തിലൊരു സ്റ്റെമ്മായിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച പൂവിൻ്റെ നടുക്കൊരു ഹോളിലൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ വേറെ ഫ്ലവേഴ്സിൽ ഇതുപോലെ പല കളേഴ്സിൽ പൂ ഉണ്ടാക്കിയിട്ട് സ്റ്റെം ഇതുപോലെ ഇറക്കി കൊടുക്കാം. നമ്മുടെ നീളത്തിന് ആവശ്യത്തിന് ഗ്രീന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബേസ് വേണ്ടിയിട്ട് ഞാൻ കാർഡ്ബോർഡ് പീസിൽ നിന്ന് 2 സർക്കിൾ കട്ട് ചെയ്ത് രണ്ടും കൂടി ചേർത്തൊന്ന് ഒട്ടിച്ച് അതിനൊരു പേപ്പർ ഇട്ട് കവർ ചെയ്തെടുക്കുവാണ്. പെയിൻ്റ് അടിക്കുന്നതിനേയും കാട്ടി പേപ്പർ ഒട്ടിക്കുന്നതാണ് എളുപ്പം. അതുകൊണ്ട് അങ്ങനെ കവർ ചെയ്തെടുത്തു. അങ്ങനെ ഞാൻ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ കാർഡ്ബോർഡിൻ്റെ ബേസിന് വേണ്ടിയിട്ട്, അതായത് ഈ ഫ്ലവർ നിൽക്കുന്ന ഒരു ബേസിന് വേണ്ടിയിട്ട് ഒരു സോയിൽ കളർ കിട്ടാനുള്ള ഇതിക്ക് ഞാൻ എൻ്റെ കയ്യിൽ ബാക്കിയിരുന്ന കുറച്ച് ഫോം ക്ലേ എടുത്ത് വൈറ്റും അതുപോലെ ബ്രൗണും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് ലൈറ്റ് കളറാക്കി ആ കാർഡ്ബോർഡിൽ ഒട്ടിച്ചു. എന്നിട്ട് അതിൽ ഇതുപോലെ ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് 2ആയിട്ട് കട്ട് ചെയ്ത് ഒരു വേലി പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പേപ്പറൊക്കെ ചുറ്റും ഒട്ടിച്ച് വേലിയാക്കി സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു ഇതാക്കി. ഇനി ഇതെന്ന് പറയുന്നത് ഞാൻ സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ച കവറിൻ്റെ പോർഷനാണ്. പക്ഷെ അതിൽ ഗ്രീൻ കളറായതുകൊണ്ട് അതിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് ലീഫ് ഷേപ്പ് കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്ത് ഈ ഫ്ലവേഴ്സ് എല്ലാം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ക്ലേയിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് ആ കട്ട് ചെയ്ത ലീഫും ഞാൻ അതിൻ്റെ അകത്തോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. സെറ്റാക്കി ഈ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.